അമേരിക്കയിൽ ധനപ്രതിസന്ധി തുടരും. അടച്ചുപൂട്ടൽ പ്രതിസന്ധിയിലാണ് അമേരിക്ക. US സെനറ്റിൽ ധനാനുമതി ബിൽ വീണ്ടും പരാജയപ്പെട്ടതോടെ ഷട്ട്ഡൗൺ തുടരും. 11ാം തവണയാണ് ധനാനുമതി ബിൽ പരാജയപ്പെടുന്നത്. അടച്ചുപൂട്ടൽ 21ാം ദിവസത്തിലേക്ക് നീണ്ടതോടെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം വൈകുന്നത്. ഭരണസ്തംഭനത്തെ തുടർന്ന് സാമൂഹ്യ സുരക്ഷാ ചെലവുകൾ, ആരോഗ്യ പരിചരണ ചെലവുകൾ, വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ തുടങ്ങിയവയെല്ലാം മുടങ്ങിയിട്ടുണ്ട്. ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ധനാനുമതി ബില്ല് 43-നെതിരെ 50-നാണ് സെനറ്റിൽ പരാജയപ്പെട്ടത്. ബില്ല് പാസാക്കാൻ 60 വോട്ടുകൾ വേണം. ആരോഗ്യ പരിരക്ഷാ സബ്സിഡികൾ ഉൾപ്പെടുത്താത്ത ബില്ലാണ് ഡെമോക്രാറ്റുകളുടെ ശക്തമായ എതിർപ്പിന് കാരണമാകുന്നത്. അവശ്യ സർവീസ് ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യങ്ങൾക്കും വകുപ്പുകൾക്ക് പണമില്ലാത്ത അവസ്ഥ. ഇതോടെ 7.5 ലക്ഷം ഫെഡറൽ ജീവനക്കാർ ശമ്പളരഹിത നിർബന്ധിത അവധിയിൽ തുടരുകയാണ്. ഷട്ട്ഡൗൺ കൂടുതൽ പിരിച്ചുവിടലുകൾക്ക് കാരണമാകുമെന്ന ആശങ്കയുണ്ട്. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് US ഫെഡറൽ ജഡ്ജി കഴിഞ്ഞ ദിവസം താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിലെ 5ാമത്തെ ദൈർഘ്യമേറിയ അടച്ചുപൂട്ടലാണ് ഇത്. ഫെഡറൽ ഏജൻസികളെ സംബന്ധിച്ച് ഹ്രസ്വകാല ധനസഹായ നടപടി സെനറ്റ് ഡെമോക്രാറ്റുകൾ നിരസിച്ചതിനെ തുടർന്ന് ഫെഡറൽ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ഒക്ടോബർ 1-നാണ് US-ൽ ഷട്ട്ഡൗൺ ആരംഭിച്ചത്. ഏകദേശം $1.70 ലക്ഷം കോടി സർക്കാർ ഫണ്ടാണ് ബിൽ പാസാക്കാത്തതിനാൽ മരവിച്ചിരിക്കുന്നത്. വാർഷിക ഫെഡറൽ ചെലവിന്റെ 1/4 വരും ഇത്. ഫെഡറൽ ബജറ്റിന്റെ ബാക്കി തുക പ്രധാനമായും ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സുരക്ഷ, ദേശീയ കടത്തിന്റെ പലിശ അടയ്ക്കൽ എന്നിവയ്ക്കാണ് നീക്കിവച്ചിരിക്കുന്നത്. കടം ഇപ്പോൾ $37.5 ലക്ഷം കോടി കവിഞ്ഞു. സാമ്പത്തിക വർഷത്തിന്റെ ആരംഭം കുറിക്കുന്ന ഒക്ടോബർ 1-നകം ബജറ്റ് ബിൽ പാസാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യം വൈറ്റ് ഹൌസ് തള്ളിയത് സമവായത്തിന് തടസ്സമായി. അതേസമയം ഷിക്കാഗോയിലെ ഗതാഗത സംവിധാനത്തിനായി നിശ്ചയിച്ചിരുന്ന $210 കോടി ഫെഡറൽ ഫണ്ടിംഗ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മരവിപ്പിച്ചു. ഡെമോക്രാറ്റിക് ഭരണത്തിലുള്ള നഗരങ്ങളെയും സംസ്ഥാനങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള പ്രതികാര നടപടികളുടെ ഭാഗമാണിതെന്ന് വിമർശനമുയർന്നു. ഈ ആഴ്ച ന്യൂയോർക്കിലെ ഗതാഗത പദ്ധതിക്കുള്ള ഫണ്ട് തടഞ്ഞിരുന്നു. കാലിഫോർണിയ, ഇലിനോയിസ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായി $800 കോടി ഹരിതോർജ്ജ പദ്ധതികൾ നിർത്തിവച്ചു. മൊത്തത്തിൽ $2,600 കോടി ധനസഹായം മരവിപ്പിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാർ ജീവനക്കാരൊക്കെ കനത്ത ആശങ്കയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കാണ് ഇപ്പോൾ ശമ്പളം വൈകിയിരിക്കുന്നത്. 21ാം ദിവസത്തിലേക്കാണ് അടച്ചുപൂട്ടൽ നീണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ധനാനുമതി ബില്ല് 43-നെതിരെ 50-നാണ് സെനറ്റിൽ പരാജയപ്പെട്ടത്.